പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. ഇതിനകത്തിലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തേ നോക്കാം. ഫസ്റ്റ് ആ പാഠം നമ്മൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഇവിടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ആദ്യം അവർ പറഞ്ഞേക്കുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റീകളക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് പഴയത് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേ നോക്കിയേ. There are 100 beads black and white in a box, 10 more black than white. How many black and how many white? എന്താ പറഞ്ഞിരിക്കുന്നത്? മലയാളം പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 100 മുത്തുകളുണ്ട്. ഈ 100 മുത്തുകൾ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് 100 മുത്തുകൾ. അപ്പം ബ്ലാക്കും വൈറ്റിലുമുള്ള അല്ലെങ്കിൽ കറുപ്പും വെളുപ്പുമുള്ള 100 മുത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. എന്താ? വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക്. വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് മുത്തുകൾ എത്ര എണ്ണം ഉണ്ട്, വൈറ്റ് മുത്തുകൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇപ്പോൾ ഇത് ആദ്യമേ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, മനക്കണക്കായിട്ട് അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിലും ഇത് ചെയ്തു നോക്കണം. ആദ്യം മനക്കണക്കായിട്ടൊന്ന് ചെയ്തു നോക്കുക, പിന്നീട് ബീജഗണിത രൂപത്തിലൊന്ന് ചെയ്തു നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുക. എന്താ ഓൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു കണക്കിനെ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓൾജിബ്ര എന്ന് പറയുന്നത്. അല്ലേ? നമുക്ക് തരുന്ന ഡീറ്റെയിൽസിനെ, ഡേറ്റാസിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച്, ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ ബീജഗണിത രൂപത്തിലും അല്ലാതെയും മനക്കണക്കായിട്ടും ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മനക്കണക്കായിട്ടൊന്ന് ചെയ്തു നോക്കാം. ഇത് നോക്കി, രണ്ട് രീതിയിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മനക്കണക്കായിട്ടൊന്ന് ചെയ്ത് നോക്കാം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? മൊത്തത്തിൽ എത്ര മുത്തുകളുണ്ട് ഇവിടെ? 100 മുത്തുകളുണ്ട്. അല്ലേ? 100 മുത്തുകളുണ്ട്. അതിനകത്ത് ഈ ബ്ലാക്കും വൈറ്റും, അല്ലേ? ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താ? 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് എവിടെ? ബ്ലാക്കിൽ. എന്ന് വെച്ചാൽ വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ആർക്ക്? ബ്ലാക്കിന്. അല്ലേ? 10 കൂടുതലാണ്. നമുക്കെന്ത് ചെയ്യാം? ഈ 100ൽ നിന്നും ഈ 10നെ അങ്ങ് മാറ്റി വെക്കാം. 100ൽ നിന്നും 10നെ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. 100ൽ നിന്നും 10നെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം? 90 എണ്ണം. അപ്പോൾ അധികമായിട്ട്, മോർ എന്ന് വെച്ചാൽ അധികമായിട്ടുള്ളത് ഏതാ? 10 എണ്ണമാണ്. അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 10നെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം വൈറ്റിൻ്റെ കളറും വൈറ്റും ബ്ലാക്കും എന്താണ്? സെയിം നമ്പർ ആണെന്ന് പറയാം. മനസ്സിലായോ? വൈറ്റ് മുത്തുകളും ബ്ലാക്ക് മുത്തുകളും എന്താണ്? സെയിം നമ്പറോ ആണെന്ന് പറയാം. അല്ലേ? രണ്ടും തുല്യമാണെന്ന് പറയാം. അല്ലേ? ഇനി ഈ 10 എണ്ണം ഈ ബ്ലാക്കിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ഇവിടെ ബ്ലാക്കിൽ. ആ 10 നമ്മളങ്ങ് പറക്കി മാറ്റിയത്. ഇനി നമുക്ക് പറയാം ഈ 90 എന്ന് പറയുന്നത് ഇവിടെ വൈറ്റും ബ്ലാക്കും കൂടെ ചേരുന്നതാണ് 90. അതുമാത്രമല്ല വൈറ്റിൻ്റെ എണ്ണവും ബ്ലാക്കിൻ്റെ എണ്ണവും വെള്ള മുത്തുകളും കറുത്ത മുത്തുകളും തുല്യമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് മുത്തുകൾ എത്രയായിരിക്കും? ബ്ലാക്ക് മുത്തുകൾ എത്രയായിരിക്കും? 45 എണ്ണം വീതമായിരിക്കും. അല്ലേ? ബ്ലാക്ക് മുത്തുകളും എത്ര എണ്ണം കാണും? 45. വൈറ്റുകളും എത്ര എണ്ണം കാണും? 45. അങ്ങനെ 45 വൈറ്റും ബ്ലാക്കും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. ഇനി അധികമുള്ള 10 മുത്തുണ്ടല്ലോ, അധികമായിട്ട് 10 എണ്ണം ഇതിനകത്ത് കൂടുതലാണ്. ബ്ലാക്കിനകത്ത് 10 എണ്ണം കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലേ? ആ 10 എണ്ണം നമ്മൾ ബ്ലാക്കിനകത്തിലും കൂടെ ഇട്ട് നോക്കിയാലോ? അപ്പം ബ്ലാക്കിനകത്ത് എത്ര വന്നു? 45 നേരത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 10 കൂടെ, മൊത്തം 55 മുത്തുകൾ. വൈറ്റ് 45 എണ്ണം. നോക്കിയേ, 45 + 55 എത്ര എണ്ണം വരും? 100 എണ്ണം വരും. അല്ലേ? 100 എണ്ണം വരും. 100 മുത്തുകൾ വരും. അതുമാത്രമല്ല നോക്കിയേ, വൈറ്റിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് ഇവിടെ ബ്ലാക്കിന്. വൈറ്റിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് ബ്ലാക്കിന്. അപ്പോൾ അവർ പറഞ്ഞ രീതി ശരിയാണല്ലോ. മനസ്സിലായോ? ഇത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്തത് മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? അവർ പറഞ്ഞു വൈറ്റും ബ്ലാക്കും കൂടെ എത്ര എണ്ണം ഉണ്ട്? 100 മുത്തുകളുണ്ട്. എന്നാൽ വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് എവിടെ? ബ്ലാക്കിലെന്ന് പറഞ്ഞു. അല്ലേ? വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്കിനകത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 എണ്ണം, അധികമായിട്ടുള്ള 10 എണ്ണം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ബ്ലാക്ക് മുത്തുകളുടെ എണ്ണവും വൈറ്റ് മുത്തുകളുടെ എണ്ണവും തുല്യമാണ് എന്ന് മനസ്സിലാവും. അല്ലേ? ആ 10 നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. 100ൽ നിന്നും 10 മാറ്റി വെച്ചാൽ ബാക്കി 90. ഇനി നമുക്ക് പറയാം വൈറ്റ് കളറും ബ്ലാക്ക് കളറും തുല്യമാണ്, രണ്ടും കൂടെ കൂട്ടുന്നത് 90ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണമായിരിക്കും? 45 എണ്ണം വീതമായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് 10 എണ്ണം കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 45 + 10 55
55 എന്ന് കിട്ടും അല്ലേ. നോക്കി ഇനി പറഞ്ഞേക്കുന്ന കറക്റ്റ് ആണോ? വൈറ്റ് 45 എണ്ണം ഉണ്ട്, ബ്ലാക്ക് 55 എണ്ണം ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 100 എണ്ണം കിട്ടും. വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ഇവിടെ ബ്ലാക്കിൽ. മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് നമ്മൾ മനക്കണക്കായിട്ട് ഉപയോഗിച്ച് ചെയ്തത്. ഇനി എന്താ ചെയ്തേക്കുന്നത്? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി നമുക്കിത് എന്തായിട്ട് ചെയ്യാം? ബീജഗണിത രൂപത്തിൽ ചെയ്യാം അല്ലേ. ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യാം. എക്സും വൈയും ഒക്കെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ദേ നോക്കിയേ, ടോട്ടൽ എത്ര മുത്തുകളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 100 മുത്തുകളുണ്ട്. ടോട്ടൽ 100 മുത്തുകളുണ്ട്. ടോട്ടൽ എത്ര മുത്തുകളുണ്ട്? 100 മുത്തുകളുണ്ട്. ഇവിടെ വൈറ്റിൻ്റെ എണ്ണം നമുക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, വൈറ്റ് മുത്തുകളുടെ എണ്ണം എക്സ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബ്ലാക്ക് മുത്തുകളുടെ എണ്ണം എന്തായിരിക്കും? x+10 ആയിരിക്കും അല്ലേ. x+10 ആയിരിക്കും എന്ത്? വൈറ്റ് മുത്തുകളുടെ എണ്ണം. മനസ്സിലായോ? വൈറ്റ് മുത്തുകൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് മുത്തുകൾ എന്തായിരിക്കും? x+10 ആയിരിക്കും. 10 കൂടുതലാണെന്ന് പറഞ്ഞാൽ അല്ലേ, x+10 ആയിരിക്കും. മനസ്സിലായോ? ഇനി എന്താ പറയുന്നത്? വൈറ്റ് മുത്തുകളുടെയും ബ്ലാക്ക് മുത്തുകളുടെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 100 എണ്ണം കിട്ടും അല്ലേ. 100 മുത്തുകളുണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x+10 എത്ര കിട്ടും? നമുക്ക് 100 എന്ന് കിട്ടും. 100 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നോക്കിയേ, എക്സിൻ്റെ കൂടെ ഒരു എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഒരു എക്സിൻ്റെ കൂടെ ഒരു എക്സ് കൂട്ടിയാൽ നമുക്ക് 2x എന്ന് കിട്ടും. 2x + 10 = 100. 2x + 10 = 100. അങ്ങനെയാണെങ്കിൽ 2x അവിടെ നിർത്തുക. ഈ +10 =ൻ്റെ മറു സൈഡിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആവും. ഇവിടെ പ്ലസ് =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും. മൈനസ് =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. ഗുണനം അല്ലെങ്കിൽ ഗുണിക്കുന്ന ഒരു നമ്പർ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആവും. ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു നമ്പർ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താവും? മൾട്ടിപ്പിൾ ആവും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ +10 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് 100 - 10 എന്ന് കിട്ടും. 100 - 10 എന്ന് കിട്ടും. എത്ര? 90 അല്ലേ. 100 - 10 90. ഓക്കെ. അങ്ങനെ 2x = 90 എന്ന് കിട്ടി. 2x = 90 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട. x ഇവിടെ 2 എന്ത് ചെയ്തേക്കുക? എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുകയാണ് അല്ലേ. 2 × x എന്നാണ് എഴുതിയേക്കുന്നത്. ഈ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം ഈ ഗുണനം എന്താവും? ഹരണമായിട്ട് മാറും. അതായത് 90 / 2 = 45 എന്ന് കിട്ടും. 45. അങ്ങനെയാണെങ്കിൽ x = 45 എന്ന് കിട്ടി അല്ലേ. നമ്മുടെ ഇതിനകത്തോട്ട് നോക്കിയേ, x = 45 ആണെങ്കിൽ ബ്ലാക്ക് എത്രയായിരിക്കും? 45 + 10 എത്ര കിട്ടും? 55 എന്ന് കിട്ടും അല്ലേ. അപ്പം വൈറ്റ് കളർ 45ഉം ബ്ലാക്ക് കളർ എത്ര എന്നും കിട്ടി? നമുക്ക് 55 എന്നും കിട്ടി. ഓക്കെ ആണോ? രണ്ട് രീതിയിലും നമ്മൾ ചെയ്തു നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000. The price of a table and chair is 11,000 rupees. The price of the table and 4 chair is 14 rupees. What is the price of each? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മേശയ്ക്കും രണ്ട് രീതിയിലും നമ്മൾ ചെയ്യണം അല്ലേ. ക്വസ്റ്റ്യൻ ആദ്യം പറയാം. ഒരു മേശയ്ക്കും ഒരു ചെയറിനും കൂടെ 11,000 രൂപയാണ്. 11,000 രൂപ എന്ന് വെച്ചാൽ 11,000 രൂപ. ഒരു ടേബിളിനും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. ദ പ്രൈസ് ഓഫ് ദി ടേബിൾ ആൻഡ് 4 ചെയർ. ഒരു ടേബിളിനും 4 ചെയറിനും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപ. അങ്ങനാണെങ്കിൽ എന്താണ് ഓരോന്നിൻ്റെയും വില എന്ന് വെച്ചാൽ ഒരു കസേരയ്ക്ക് എത്ര, ഒരു മേശയ്ക്ക് എത്ര? മനസ്സിലായോ? ഒരു ടേബിളും ഒരു ചെയറിനും കൂടെ 11,000 രൂപ. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വില കാണുക. ഒരു മേശയുടെ വില എന്ത്, ഒരു കസേരയുടെ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. മനക്കണക്കായിട്ടൊന്ന് ചെയ്തു നോക്കാം. ഒന്ന് ആദ്യം നോക്കിയേ, പറഞ്ഞേക്കുന്നത് എന്തുവാ? ഒരു ടേബിൾ അല്ലേ. ഞാൻ എന്താ ഇങ്ങനെ ടേബിൾ വരയ്ക്കുക, ടേബിളായിട്ടൊക്കെ തോന്നണം കേട്ടോ. ഓക്കെ, ഒരു ടേബിളിനും ഒരു കസേരയ്ക്കും കൂടെ ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. 11,000 ഇതാ എഴുതി കണ്ടോ. ഇനി എന്താ പറയുന്നത്? ഒരു മേശയ്ക്കും ദേ മുമ്പേ പറഞ്ഞ മേശയ്ക്കും 4 കസേര അല്ലേ, 4 കസേരയ്ക്കും കൂടെ എത്ര? 14,000 രൂപ. 14,000 രൂപ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കി, ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപയാണ്. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. പിന്നീട് പറഞ്ഞാൽ ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും അല്ലേ. ഈ 4 കസേരയ്ക്കകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു മേശയും ഒരു കസേരയും കൂടെ ഇങ്ങെടുത്ത്
ദേ ഇത്രയും ഭാഗം എടുത്തത് എന്ന് വെച്ചാൽ ദേ ഇത്രയും ഭാഗത്തിന് എത്ര രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 11,000 രൂപയാണെന്ന് ഓൾറെഡി ആദ്യമേ പറഞ്ഞു അല്ലേ? ബാക്കി അവശേഷിക്കുന്ന എത്ര? 3 കസേര. ബാക്കി അവശേഷിക്കുന്ന 3 കസേര. അപ്പോൾ ഒരു കസേരയ്ക്കും ഒരു മേശയ്ക്കും കൂടെ 11,000 രൂപ. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 കസേരയ്ക്ക് എത്ര രൂപയായിരിക്കും? നോക്കി, ഇത് മൊത്തത്തിനും കൂടെ 14,000 രൂപ. മുഴുവനും കൂടെ 14,000 രൂപ. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപ. അതിൽ നിന്ന് നമുക്കറിയാം ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപയാണെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന 3 കസേരയുടെ വില എന്തായിരിക്കും? 14,000 മൈനസ് 14,000 മൈനസ് 11,000 അല്ലേ? 11,000. പറഞ്ഞ മനസ്സിലായോ എന്താണ് പറഞ്ഞത്? ഒരു കസേരയ്ക്കും ഒരു മേശയ്ക്കും കൂടെ 11,000 രൂപ. പിന്നീട് അവർ പറഞ്ഞു ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപയാണ്. അത് ഇനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന 3 കസേര ഉണ്ടല്ലോ, ആ 3 കസേരയുടെ വില എന്ന് പറയുന്നത് 3,000 രൂപയാണ്. എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ? മൊത്ത വിലയിൽ നിന്നും ഒരു മേശയുടെയും ഒരു കസേരയുടെയും വില അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി വില എന്ന് പറയുന്നത് 3 കസേരയുടെ വിലയാണ്. ആ 3 കസേരയുടെ വില എന്താണ്? 3,000 രൂപയാണ്. 3 കസേരയ്ക്ക് 3,000 രൂപയാണെങ്കിൽ ഒരു കസേരയുടെ വില എന്തായിരിക്കും? 3 കസേരയ്ക്ക് 3,000 രൂപ. 3 കസേരയ്ക്ക് 3,000 രൂപയാണെങ്കിൽ ഒരു കസേരയ്ക്ക് എത്രയായിരിക്കും? 3,000 ഡിവൈഡ് ബൈ 3 അല്ലേ? 3,000 ഡിവൈഡ് ബൈ 3 എത്ര? 1,000 രൂപ. 1,000 രൂപ അറിയാമല്ലോ. ഒരു കസേരയ്ക്ക് 3 കസേരയ്ക്ക് 3,000 രൂപയാണെങ്കിൽ ഒരു കസേരയുടെ വില എന്തായിരിക്കും? 1,000 രൂപ. നമ്മൾ കണ്ടുപിടിച്ചു. ദേ ഒരു കസേരയുടെ വില 1,000 രൂപ. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു മേശയുടെ വിലയാണ്. നോക്കിയേ, ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും, ആദ്യം പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. അതിനകത്ത് ഈ ഒരു കസേരയ്ക്ക് 1,000 രൂപയാണെങ്കിൽ മേശയുടെ വില എന്തായിരിക്കും? മേശയുടെ വില കാണാൻ എന്ത് ചെയ്യണം? 11,000-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 1,000 രൂപ കുറയ്ക്കണം. 11,000-ൽ നിന്നും 1,000 രൂപ. കസേരയുടെ വില കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ വില കിട്ടും? മേശയുടെ വില കിട്ടും. മനസ്സിലായി പറഞ്ഞ? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. അതിനകത്ത് ഈ കസേരയുടെ വില കിട്ടി 1,000 രൂപ. അങ്ങനെയാണെങ്കിൽ മേശയുടെ വില എന്തായിരിക്കും? 11,000-ൽ നിന്നും ഈ 1,000 രൂപ കുറയ്ക്കുന്നതായിരിക്കും ഏത്? മേശയുടെ വില. അതായത് 10,000 രൂപയാണ് മേശയുടെ വില. അപ്പം നമുക്ക് ആൻസർ കിട്ടി 10,000 രൂപ. മനസ്സിലായോ പറഞ്ഞത്? ഇത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്തതാണ്. ഇനി അല്ലാതെ ബീജഗണിത രൂപത്തിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് നോക്കാം നമുക്ക്. നോക്കിയേ, എക്സ് പ്ലസ് എക്സിനെ നമുക്ക് മേശയുടെ വിലയെ നമുക്ക് എക്സ് എന്നെടുക്കാം. മേശയുടെ വില എക്സ് എന്നെടുക്കാം. കസേരയുടെ വില നമുക്ക് വൈ എന്നെടുക്കാം. ഇനി ഇത് പറഞ്ഞു നോക്കിയേ, ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ എന്ന് വെച്ചാൽ ഒരു എക്സിനും ഒരു വൈക്കും കൂടെ എത്ര രൂപ? 11,000 രൂപ. 11,000 രൂപ. ഇതിൽ നിന്ന് നമുക്ക് മേശയുടെ വില കാണാം. മേശയുടെ വില അല്ലേ? കസേരയുടെ ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപ. അങ്ങനെയാണെങ്കിൽ മേശയുടെ വില എത്രയായിരിക്കും? ഈ 11,000-ൽ നിന്നും എന്ത് കുറയ്ക്കുന്നതായിരിക്കും? കസേരയുടെ വില കുറയ്ക്കുന്നതായിരിക്കും മേശയുടെ വില അല്ലേ? നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ. അപ്പോൾ നമുക്ക് ഈ എക്സിനെ ഇങ്ങനെ എഴുതാം, 11,000 മൈനസ് വൈ എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഒന്നാമത്തെ കാര്യമാണ് അവർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും, ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ എത്രയാണ്? 14,000 രൂപ. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ എത്രയാണ്? 14,000 രൂപ. ഇവിടെ നോക്കിയാൽ നമ്മൾ മേശയുടെ വില കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മേശയുടെ വില എന്ന് പറയുന്നത് 11,000 മൈനസ് വൈ ആണ് അല്ലേ? മേശയുടെ വില എന്താണ്? 11,000 മൈനസ് വൈ. അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 4y കൂട്ടണം അല്ലേ? ഇവിടെ എക്സിൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, അതാണ് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? എക്സ് എന്ന് പറയുന്ന മേശയുടെ വില എന്താ? 11,000-ൽ നിന്നും വൈ ഒരു കസേരയുടെ വില കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മേശയുടെ വില കിട്ടും. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. പ്ലസ് 4y = 14,000. ഓക്കെ ആണോ? ഇത് നോക്കിയേ, മൈനസ് വൈ പ്ലസ് 4y എത്ര കിട്ടും? മൈനസ് വൈ പ്ലസ് 4y എന്ന് വെച്ചാൽ 4y-ൽ നിന്ന് ഒരു വൈ പോയി കഴിഞ്ഞാൽ നമുക്ക് 3y എന്ന് കിട്ടും. 3y. ഇവിടെ 11,000 ഉണ്ടല്ലോ. ഈ 11,000-ൻ്റെ സൈൻ എന്താ? ഏതൊരു നമ്പറിൻ്റെയും മുന്നിലുള്ളതാണ് അതിൻ്റെ സൈൻ, തൊട്ട് മുന്നിലുള്ളത്. ഇവിടെ നോക്കിയാൽ 11,000-ൻ്റെ മുന്നിൽ ഒന്നുമില്ല. അതിനർത്ഥം അത് പോസിറ്റീവ് നമ്പർ ആണെന്നാണ് അർത്ഥം. ഈ പോസിറ്റീവ് നമ്പറിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് നെഗറ്റീവ് ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 3y = 14,000 മൈനസ് 11,000. 14,000 മൈനസ് 11,000 എത്ര കിട്ടും നമുക്ക്? 3,000 എന്ന് കിട്ടും. 3,000 എന്ന് വെച്ചാൽ 3y = 3,000 ആണെങ്കിൽ y = ഇവിടെ ഗുണിച്ചിരിക്കുന്ന 3 എന്ത് ചെയ്യും? ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആകും. ഇവിടെ ഗുണിച്ചിരിക്കുന്നത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അതുകൊണ്ട് നമുക്ക് പറയാം 3,000 ഡിവൈഡഡ് ബൈ 3. ആൻസർ എത്ര കിട്ടും? 1,000 എന്ന് കിട്ടും. ആൻസർ 1,000 എന്ന് കിട്ടും.
മനസ്സിലായോ? 1000 വൈ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? ഒരു കസേരയുടെ വിലയാണ് വൈ. അതായത് ഒരു കസേരയ്ക്ക് 1000 രൂപയാണെങ്കിൽ, ഒരു കസേരയ്ക്ക് 1000 രൂപയാണെങ്കിൽ മേശയുടെ വില എക്സ് അല്ലേ? മേശയുടെ വില കാണാനുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മേശയുടെ വില എന്താ? 11,000-ൽ നിന്നും ഒരു വൈ കുറയ്ക്കുന്നതാണ് അല്ലേ? അപ്പം 11,000 മൈനസ് 1000 എത്ര കിട്ടും നമുക്ക്? 10,000 എന്ന് കിട്ടും. 10,000. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? ഡൗട്ട് വല്ലതും ഉണ്ടോ? രണ്ടാമത്തെ കണക്ക് മനസ്സിലായോ? ഇത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് 8ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിച്ചു പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ ഇതിൻ്റെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഫസ്റ്റ് എക്സസൈസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അടുത്ത് നോക്കാം. ഈ ഓഫ് 2 നമ്പേഴ്സ് ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മാളർ വൺ ആൻഡ് സബ്സ്ട്രാക്റ്റിംഗ് ദ സ്മാളർ ഫ്രം ദി ലാർജർ ഗീവ്സ് 32. വാട്ട് ആർ ദ നമ്പേഴ്സ്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു രണ്ട് നമ്പർ പറയുന്നുണ്ട്. ഒരു വലിയ നമ്പർ, ഒരു ചെറിയ നമ്പർ. ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മാളർ വൺ. ചെറിയ സംഖ്യയുടെ 5 times ആണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യയുടെ 5 times ആണ് വലിയ സംഖ്യ എന്ന് വെച്ചാൽ ചെറിയ സംഖ്യയുടെ 5 മടങ്ങാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് സബ്സ്ട്രാക്റ്റിംഗ് ദ സ്മാളർ ഫ്രം ദി ലാർജർ ഗീവ്സ് 32. എന്നിട്ട് വലുതിൽ നിന്നും ചെറുത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 32 എന്ന് കിട്ടും. വലുതിൽ നിന്നും ചെറുത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. വാട്ട് ആർ ദ നമ്പേഴ്സ്? എങ്കിൽ ഏതൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ്? ഓക്കെ, ഈ കണക്ക് കണ്ടോ? ഈ കണക്ക് ഏകദേശം മനക്കണക്കും ബീജഗണിത കണക്കും ഒരേപോലെയാണ്, അല്ലെങ്കിൽ മനക്കണക്കും ഓൾജിബ്രയും ഒരേ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് ഏകദേശം. ഓക്കെ, എന്താണ് നോക്കാം. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ സംഖ്യയുടെ 5 മടങ്ങാണ് വലിയ സംഖ്യ എന്നാണ് പറഞ്ഞത്. അപ്പം ചെറിയ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ വലിയ സംഖ്യ എന്തായിരിക്കും? 5 മടങ്ങ് എന്ന് വെച്ചാൽ 5 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യണമെന്നാണ് കേട്ടോ. 5 times 5 മടങ്ങ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 5 × x 5x. അപ്പം ചെറിയ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ, സ്മോൾ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ലാർജ് നമ്പർ അല്ലെങ്കിൽ വലിയ നമ്പർ എന്തായിരിക്കും? അതിൻ്റെ 5 മടങ്ങായിരിക്കും. 5x എന്ന് പറയാം അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? ആൻഡ് സബ്സ്ട്രാക്റ്റിംഗ് ദ സ്മോളർ ഫ്രം ദി ലാർജർ ഗീവ്സ്. ഈ വലിയ നമ്പറിൽ നിന്നും, ഇവിടുത്തെ വലിയ നമ്പർ ഏതാ? 5x. ഈ 5xൽ നിന്നും ചെറിയ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ, ചെറിയ നമ്പർ എക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 32 കിട്ടും. ചെറിയ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 32 കിട്ടും. നോക്കിയേ, 5xൽ നിന്നും 1x പോയി കഴിഞ്ഞാൽ എത്ര x കിട്ടും? നമുക്ക് 4x കിട്ടും അല്ലേ? 4x = 32 ആണെങ്കിൽ x = എത്ര കിട്ടും? 32 ഡിവൈഡഡ് ബൈ 4 = 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടും അല്ലേ? ചെറിയ നമ്പർ ഇവിടുത്തെ x എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പർ എത്ര ആയിരിക്കും? 5 × 8 40. 5 × 8 40. കണ്ടോ, ഇവിടുത്തെ എക്സ് നമുക്ക് 8 എന്ന് കിട്ടി. എക്സാക്ട് നമ്മൾ എടുത്തേക്കുന്നത് എന്താ? സ്മോൾ നമ്പറിനെയാണ് നമ്മൾ എക്സാക്ട് എടുത്തിരിക്കുന്നത്. അവിടെ 8 എന്ന് എഴുതി കഴിഞ്ഞാൽ ലാർജ് നമ്പർ എന്തായിരിക്കും? 5 × x ആയിരിക്കും. അതായത് 5 × 8 40 എന്ന് കിട്ടും അല്ലേ? ഇതാണ് നമ്മൾ മനക്കണക്ക്. നോക്കി, ഇതിനകത്ത് ബീജഗണിതം വന്നില്ലേ? മനക്കണക്കാണെങ്കിലും ബീജഗണിതമാണെങ്കിൽ ഏകദേശം ഒരേപോലെയാണ് ഈ കണക്കിൽ നമ്മൾ ചെയ്തത്. മനസ്സിലായോ? ഇനി എന്താണ് ഇവർ പറഞ്ഞേക്കുന്നത്? ഇനി ഇവർ പറഞ്ഞതനുസരിച്ച് ബീജഗണിതം അനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കിയാലോ? നോക്കിയേ, ഞാൻ ചെറിയ നമ്പറിനെ എക്സ് എന്ന് എടുക്കുന്നു, വലിയ നമ്പറിനെ വൈ എന്ന് എടുക്കുന്നു. ചെറിയ നമ്പറിനെ എക്സ് എന്നും വലിയ നമ്പറിനെ വൈ എന്നും എടുക്കുന്നു അല്ലേ? ഈ വൈ എന്താ പറഞ്ഞേക്കുന്നത്? വലിയ നമ്പർ എന്ന് പറയുന്നത് എക്സിൻ്റെ 5 മടങ്ങാണ്. അതുകൊണ്ട് ഞാൻ 5x എന്ന് എടുക്കുന്നു. വലിയ നമ്പറിനെ ഞാൻ എന്തെന്ന് എടുക്കുന്നു? 5x എന്ന് പറയുന്നു. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഇതിൽ നിന്നും ഇത് സ്മോൾ നമ്പറാണ്, ഇത് ലാർജ് നമ്പറാണ്, വലിയ നമ്പറാണ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വൈയിൽ നിന്നും ഞാൻ എക്സ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 32 എന്ന് കിട്ടും. അങ്ങനാണെങ്കിൽ എന്താണ് വലിയ നമ്പർ? അങ്ങനാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? 5x അല്ലേ? വൈ എന്ന് പറയുന്നത് എത്രയാണ്? 5x ആണെന്ന് നമ്മൾ പറഞ്ഞു. y = 5x. 5x - x = 32. 4x = എത്ര കിട്ടും നമുക്ക്? 32 എന്ന് കിട്ടും. അതുകൊണ്ട് x = 32 ഡിവൈഡ് ബൈ 4 = 8 എന്ന് കിട്ടും. നോക്കിയേ, സെയിം അല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്? മനക്കണക്ക് രീതിയും ബീജഗണിത രൂപവും ഏകദേശം സെയിം അല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator become 1/2 if instead 1 is added to the denominator and then simplified it to become 1/3. What is the fraction?
എന്താ പറയുന്നത്, ഒരു ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഭിന്നസംഖ്യകളെന്ന് വെച്ചാൽ എന്താ, അംശവും ഛേദവും ഉള്ള നമ്പേഴ്സിനെയാണ് ഭിന്നസംഖ്യകളെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് A/B രൂപത്തിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് ഭിന്നസംഖ്യകളെന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭിന്നസംഖ്യ നമുക്ക് x/y എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയുള്ള ഭിന്നസംഖ്യയുടെ x/y എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ ആദ്യം പറയുന്നത് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്ററിനകത്ത് 1 ആഡ് ചെയ്തു. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എവിടെ, മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്നും വിളിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ മുകളിൽ കിടക്കുന്നയാളെ അംശമെന്നും താഴെയുള്ള ആളെ ഛേദമെന്നും വിളിക്കും. ഇവിടെ എന്താ പറയുന്നത്, അംശത്തിനോട് 1 കൂട്ടിയപ്പോൾ നമുക്കത് 1/2 എന്ന് കിട്ടി. അംശത്തിനോട് 1 കൂട്ടി എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ നമുക്കിത് എന്തെന്ന് കിട്ടി, 1/2 എന്ന് കിട്ടി. 1/2 എന്ന് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്, ഇതേ ഭിന്നസംഖ്യ x/y എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ ഛേദത്തിനോട് ഡിനോമിനേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ എന്ന് വെച്ചാൽ ഛേദത്തോട് 1 കൂട്ടിയപ്പോൾ നമുക്കതെന്ത് കിട്ടുന്നു, 1/3 എന്ന് കിട്ടി. 1/3 എന്ന് കിട്ടി. മനസ്സിലായോ? രണ്ട് രീതി പറഞ്ഞാൽ മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഭിന്നസംഖ്യ, ആ ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടിയപ്പോൾ 1/2 എന്ന് കിട്ടി. ഇനി അതേ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ നമുക്കത് 1/3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതനുസരിച്ച് നോക്കിയേ, ദേ ഇവിടെ ഒരു ഫ്രാക്ഷൻ അല്ലേ, x+1/y എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. മക്കളെ അറിയാൻ വയ്യെങ്കിൽ ഇതേ പഠിച്ചു വെച്ചോണേ. A/B എന്ന് പറയുന്നൊരു ഫ്രാക്ഷൻ, അതിനെ മറ്റൊരു ഫ്രാക്ഷനായിട്ട് ഇങ്ങനെ ഈക്വൽ ടു ഇട്ട് തന്നു കഴിഞ്ഞാൽ C/D ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്പിൾ. എന്താ പറഞ്ഞേക്കുന്നത്, രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എന്ന് വെച്ചാൽ അത് എയെ D കൊണ്ട് ഗുണിക്കണം, ഈക്വൽ ടു Bയെ C കൊണ്ടും ഗുണിക്കണം, B/C. കണ്ടോ? ഇനി ഇത് മറന്നു പോകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് തരുമ്പോൾ പിന്നെ ഒരിക്കലും അത് മറക്കരുത്. രണ്ട് ഫ്രാക്ഷനെ ഈക്വൽ ഇട്ട് തരുമ്പോൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. A/D = B/C. കാണാൻ പഠിച്ചു വെച്ചേക്കുക. A/B = C/D = അതെങ്ങനെ എഴുതാം, നമുക്ക് AD × BC എന്ന് എഴുതാം. AD × BC. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിയേ, ഇവിടെ രണ്ടെണ്ണത്തിനെ നമ്മൾ ഈക്വൽ ഇട്ട് തന്നേക്കുവാണ്, അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം നമുക്ക് 2 × x+1 ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? അല്ലാതെ ഒരിക്കലും എന്തെഴുതരുത്, 2x+1 എന്ന് എഴുതരുത്. കാരണം ഈ 2നെ ആരുമായിട്ടാണ് ഗുണിക്കുന്നത്, x+1 ഗുണിക്കുന്നത്. അതായത് ഈ 2നെ രണ്ടു പേർക്കും അധികാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നു, 2 × x+1 = 1 × y. കണ്ടോ? അപ്പം y എന്ന് പറയുന്നത് 2 × x+1 ആണ്. y എന്ന് പറയുന്നത് 2 × x+1 ആണ്. ഇതാണ് ഇതിനർത്ഥം. ഓക്കെ, y എന്ന് പറയുന്നത് എന്താണ്, 2 × x+1. ഓക്കെ, ഇതവിടെ നിർത്തിക്കൊണ്ട് അടുത്ത ഭാഗം ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കിയേ, x/y+1 = 1/3. ഇവിടെ രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നേക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. 3 × x = y+1 × 1. അതുകൊണ്ട് നമുക്ക് y+1 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ഇതേ നോക്കിയേ, 3x = ഇവിടെ y ഉണ്ടല്ലോ, ഈ y-ക്ക് പകരം ദേ ഈ വാല്യൂ നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്താ വാല്യൂ, 2 × x+1 + 1. ഓക്കെ ആണോ? ഇതേ നോക്കിയേ, 3x = ഇവിടെ നോക്കിയേ, 2 × x+1 എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ 2 എന്ന് പറയുന്നത് എക്സിനും ബാധകമാണ് 1നും ബാധകമാണ് അല്ലേ. എന്ന് വെച്ചാൽ ആദ്യമേ 2നെ x കൊണ്ട് ഗുണിക്കുക, 2x പ്ലസ് അടുത്ത 2നെ 1 കൊണ്ട് ഗുണിക്കുക, 2 + 1. ഓക്കെ, മനസ്സിലായോ? ഈ 2നെ രണ്ട് പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു. ഇനി നോക്കിയേ, എക്സ് ഉള്ള ടേം എല്ലാം ഒരു വശത്തേക്ക് ഇടുക. ഇവിടെ ഓൾറെഡി 3x ഉണ്ട്. ഈ 2xനെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. പ്ലസ് 2xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, -2x ആവും. ഈക്വൽ ടു 2 + 1 എത്ര കിട്ടും, നമുക്ക് 3 എന്ന് കിട്ടും. 2 + 1 എത്ര കിട്ടി, 3 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? നോക്കിയേ, 3x - 2x = 3. അതായത് 3xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 3xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും, 3xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ ആൻസർ 1x എന്ന് കിട്ടും. 1x = 3 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടി, 3 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ എടുത്തേക്കുന്ന
ഫ്രാക്ഷൻ ഏതായിരുന്നു? എക്സ് ഡിവൈഡ് ബൈ വൈ എന്നുള്ളതായിരുന്നു നമ്മുടെ ഫ്രാക്ഷൻ അല്ലേ? അതായിരുന്നു നമ്മുടെ ഫ്രാക്ഷൻ. അതിൻ്റെ ന്യൂമറേറ്റർ ആണ് എക്സ്. ന്യൂമറേറ്റർ കിട്ടി 3 എന്ന് കിട്ടി. ന്യൂമറേറ്റർ 3 എന്ന് കിട്ടി. ഓക്കെ ആണോ? ദേ നോക്കിയേ, ആ 3 കൊണ്ടുവന്ന് ഈ ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുത്തേ. ആ 3 കൊണ്ടുവന്ന് ഇക്വേഷനകത്ത് ഒന്ന് ഇട്ട് കൊടുത്തേ. നോക്കിയേ, 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 3 അല്ലേ? എന്ന് വെച്ചാൽ ഈ എക്സിന് പകരം 3 എന്ന് കൊടുക്കുക. 3 + 1 എത്ര കിട്ടും? 4 = വൈ. അതാണ് വൈ. 2 ഇൻറ്റു 4 8 വൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്തേ നോക്കിയേ, വൈക്ക് പകരം നമുക്ക് എത്ര എന്ന് കിട്ടി? 8 എന്ന് കിട്ടി. അതായത് നമ്മുടെ ഫ്രാക്ഷൻ എത്ര? 3/8 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. മനസ്സിലായോ? ഓക്കെ ആണോ പറഞ്ഞത്? ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞ് വൈ കണ്ടുപിടിച്ചു. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഓക്കെ.